പോലീസിലെ ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ നിയമനത്തിൽ പ്രതിഷേധവുമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. മാനദണ്ഡങ്ങൾ മറികടന്ന് ചിലർക്ക് ജോലി നൽകുന്നതിൽ നിരാശയുണ്ടെന്നാണ് താരങ്ങൾ പറയുന്നത്. പ്രതികരണവുമായി NP പ്രദീപും റിനു ആന്റോയും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് NP പ്രദീപ് ആൻഡ് റിനു ആന്റോ. ഗുഡ് മോർണിംഗ്. പ്രദീപ്, ഇപ്പോൾ ഈ തീരുമാനം നിങ്ങളെ ഞെട്ടിച്ചോ? യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഗമായി MR അജിത് കുമാറിനെ മാറ്റിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് തന്നെ ബോഡി ബിൽഡേഴ്സായിട്ട് രണ്ടുപേരെ തീരുമാനിക്കാനുള്ള നീക്കമൊക്കെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എങ്ങനെയാണ് ഈ സ്പോർട്സ് കോട്ടയിൽ ബോഡി ബിൽഡിംഗ് താരങ്ങൾ വരുന്നത്? എന്താണ് നിങ്ങളുടെ പ്രതികരണം NP പ്രദീപ്? അതായത് എനിക്ക് തോന്നുന്നത്, ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ സ്പെഷ്യലായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം കായിക മന്ത്രിക്കും അതുപോലെ തന്നെ CM-നും ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന റീപ്ലൈയിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വർഷാവർഷം നടക്കുന്ന സ്പോർട്സ് കൗൺസിലിന്റെ വിജ്ഞാപനത്തോടനുബന്ധിച്ച് നിങ്ങൾ അപേക്ഷിക്കുക, അതുവഴി മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല എന്നാണ് എനിക്ക് വന്ന റീപ്ലൈ. പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഞാനിപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് 52 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, 14 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീമിലെ അംഗമാണ്. അതുപോലെ തന്നെ ചിറിക്കെതിരെ ആദ്യമായിട്ട് ജയിച്ച സമയത്ത് സ്കോർ ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു അവര് അവിടുന്ന് എഴുതി തന്നിട്ട് മറ്റൊരാൾക്ക് വേറൊരു ഇത് കൊടുക്കുകയും ചെയ്യുന്ന ഇതിന് വന്നതാണ്. അതായത് നിങ്ങൾക്ക് NP പ്രദീപിന്റെ ആവശ്യം ഒരു സ്പെഷ്യലായിട്ട് പരിഗണിക്കാൻ കഴിയില്ല, സ്പോർട്സ് കൗൺസിൽ വഴി വന്നാൽ പരിഗണിക്കാമെന്നാണോ പറഞ്ഞിരുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ കളിച്ച വർഷങ്ങളുടെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് അവര് എന്താ പറയാ സ്പോർട്സ് കൗൺസിൽ വിജ്ഞാപനം ഇറക്കിയ സമയത്ത് എനിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, ശബ്ദ തടസ്സമുണ്ട്. പ്രദീപ്, ഞാൻ പ്രദീപിലേക്ക് തിരിച്ചു വരാം. റിനു ആന്റോ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു ആന്റോ, ഈ ബോഡി ബിൽഡേഴ്സിനെ ഈ കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതിനോട് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഇത്തരം ഗെയിംസുകളിലുള്ള ഒരു കളിക്കാരൻ എന്ന നിലയിൽ, ഫുട്ബോൾ താരം എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് റിനു? നമുക്ക് ഇപ്പൊ 2 പേർക്ക് ജോലി കൊടുത്തു. അപ്പൊ നമ്മള് അന്വേഷിച്ചപ്പോ ഈ മാനദണ്ഡങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഇതില് പെടാത്ത മാനദണ്ഡത്തോടെ അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളും പരിഗണിക്കാറ്. കാരണം നമ്മളും ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെ കളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജോലിയുടെ മുന്നേ നമ്മള് ഓൾറെഡി കേസ് നടക്കണ്ടായിരുന്നു അവിടെ. സ്പോർട്സ് കൗൺസിലായാലും നമ്മള് മുഖ്യമന്ത്രിയെയും കണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, കായിക മന്ത്രിക്ക് നമ്മള് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും അവര് പറഞ്ഞത് ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഓൾറെഡി 250 പേർക്ക് അവർ ജോലി കൊടുത്തു. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ന്യൂമറിക് ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ജോലി കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് 36 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ 36 വയസ്സ് വരെ ജോലി കൊടുക്കാൻ പറ്റും. ഇനി സ്പെഷ്യൽ ന്യൂമറേറ്റ് കൊടുക്കാൻ പറ്റും. അത് നിർത്തിയെന്നാ പറഞ്ഞ മുന്നേ. റിനു, ഈ ജോലി വേണമെന്ന ആവശ്യമായിട്ട് സമീപിച്ചപ്പോൾ എന്തായിരുന്നു ഈ അധികാരികളുടെ പ്രതികരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്പോർട്സ് മന്ത്രി? നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ കുറെ നാളായി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴും നടന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോ ഫൈനാൻസിൽ ഇരിക്കണമെന്നാ പറഞ്ഞ. ഇപ്പൊ എന്തായെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. കാരണം 250 പേർക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നുണ്ട്, അത് അവള് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കായിക മന്ത്രി. 250 പേർക്ക് ജോലി കൊടുത്തു. ഇനി അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് തരാൻ പറ്റില്ല എന്നല്ലേ? അപ്പൊ രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടും നമുക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ ഇപ്പൊ നോക്കുമ്പോ നിങ്ങളെ തഴഞ്ഞതായി തോന്നുന്നു അല്ലേ? അതെ, തഴഞ്ഞ പോലെ തന്നെ ഇപ്പൊ തോന്നണേ. കാരണം ഈ 2 പേർക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റിയ നമുക്കും കൊടുക്കാലോ, പരിഗണിക്കാലോ. നമ്മള് ഒളിച്ചും നിങ്ങളെക്കാൾ ഒട്ടും മേലെയോ നിങ്ങളെക്കാൾ ഒട്ടും പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടവരോ അല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ബോഡി ബിൽഡിംഗ് താരങ്ങൾ അല്ലേ? ഇപ്പൊ ബോഡി ബിൽഡിങ്ങിന് എനിക്ക് മാനദണ്ഡങ്ങൾ അറിയണ്ടായിരുന്നു. എനിക്ക് ഫുട്ബോളിന്റെ മാനദണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷറഫ് അലി സാറിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാറ്റിയിട്ടുണ്ടോന്ന് ഇപ്പോഴും അറിയില്ല. കാരണം അത് മാറ്റിയില്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യ കളിക്കുന്ന കുട്ടികളൊന്നും ജോലിക്ക് കയറാൻ പറ്റില്ല. കാരണം നമ്മൾ കളിക്കുന്ന കളികളല്ല ഇവരുടെ മാനദണ്ഡത്തിലുള്ള. അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ മാറ്റോന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ഈ ബിൽഡർമാർക്കെതിരെ അല്ല ഒരിക്കലും. ഇത് കൊടുത്തത് തെറ്റായിട്ടുള്ള ഒരു ആണെന്ന് പറഞ്ഞു. പ്രദീപ് നേരത്തെ ജോലിയുമായി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷയുമായി ചെല്ലുന്ന സമയത്ത് കായിക മന്ത്രിയുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു അപേക്ഷ ഒരു പെർമനന്റ് ജോബ് അല്ല, ഒരു ടെമ്പററി ജോബിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ
അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ ടെമ്പററി ജോബിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവരൊരു കോച്ചസിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് OK വിനീഷ് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ പ്രദീപ് സാർ കൂടെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുക്കുന്നത്. ഒരു 6 മാസത്തേക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനായിട്ട് ഞാൻ മന്ത്രിനെ കാണാൻ പോയപ്പോൾ മന്ത്രി എന്റെ കൂടെ OK വിനീഷ് ഉണ്ടായി. ആ പേപ്പർ ശരിക്കും വായിച്ചു പോലും നോക്കിയില്ല. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ലൈസൻസ് ഉണ്ടോ, കോച്ചിങ് ലൈസൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ അതെടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു അവഗണനയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വേറെ ഒന്നും അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിച്ചു കൂടിയില്ല. എന്താണ് എന്നുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് പോലും നോക്കാതെ അദ്ദേഹം അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. മനസ്സിലായി. ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് പ്രദീപ്? അല്ല, നമ്മളെല്ലാ സ്പോർട്സിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടതാണെങ്കിൽ അവർക്ക് കിട്ടും. അവരെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഓരോ സ്പോർട്സിന് അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓരോ സ്പോർട്സിൽ ഓരോ താരങ്ങൾ ഇറങ്ങുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കായിക താരങ്ങൾ പലപ്പോഴായിട്ട് നമ്മളെ മാത്രമല്ല പല കായിക താരങ്ങൾക്ക് നീതി ലഭിക്കാത്തത് നമ്മൾ കേൾക്കാറുണ്ട്. പല കായിക താരങ്ങളും അതുകൊണ്ട് തന്നെയാണ് കേരളം വിട്ട് പുറത്തു പോകുന്നത്. വേറെ ചില സ്റ്റേറ്റിന് വേണ്ടിയൊക്കെ മത്സരിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം ഓരോ കായിക താരങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള ബഹുമാനം നൽകണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായ തരത്തിലുള്ള ജോലിയാണെങ്കിൽ ജോലി, അതനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ഗവൺമെന്റ് ചെയ്യേണ്ടതാണെന്നാണ് എന്റെ വിശ്വാസം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ അവർക്ക് സ്പെഷ്യലായിട്ട് ഈ നിയമനം നടത്തുന്നതിനോട് ഇനി നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് പ്രദീപ്? അല്ല, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് പ്രാവശ്യവും ഈ ലെറ്റർ വന്നിരിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ലെറ്ററിലാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. സ്പെഷ്യൽ ആയിട്ട് ഒരു നിയമനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, നടക്കാൻ പറ്റില്ല, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അത് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇവര് അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ചേക്കുന്നത് ഇങ്ങനെ ഒരു നിയമനം നടത്താൻ നമുക്ക് നിർവാഹമില്ല എന്ന് അയച്ചേക്കുന്നതാണ്. പക്ഷെ ഈ രണ്ടുപേരെ നിയമിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സൂപ്പർ ന്യൂമറിക് തസ്തികയാണ്, സ്പെഷ്യൽ നിയമനമാണ്. അവഹേളിക്കലാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അവഹേളിച്ച് അത് തന്നെയാണ് അവഹേളിച്ചായിട്ടാണ് ഇരിക്കുന്നത്. വെച്ചാൽ അവരെക്കാളും മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ റിനോ, അനസ് പോലുള്ള താരങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്കെല്ലാം വലിയൊരു അടിയാണിത്. അതായത് ഫുട്ബോൾ താരങ്ങളെ അവഗണിച്ചു, ഫുട്ബോൾ താരങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അനീതിയാണ് എന്നുള്ളതാണ് താങ്കളുടെ വാദം അല്ലേ? താങ്ക് യു ശ്രീ പ്രദീപ്, താങ്ക് യു ശ്രീ റിനു. നമുക്കൊപ്പം ചേർന്നതിൽ റിനു ആൻഡ്രോയും പ്രദീപും പറയുന്നത് പ്രകാരം ഇവർ ഏതെങ്കിലും തരത്തിൽ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ എതിരല്ല, അല്ലെങ്കിൽ ആ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്കും എതിരല്ല. പക്ഷേ തങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നിയമനം നടത്തില്ല അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് ആ സ്പെഷ്യൽ നിയമനം കൊടുത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് NB പ്രദീപും റിനു ആൻഡ്രോയും ചോദിക്കുന്നത്. കായിക മന്ത്രിയെ പലതവണ സമീപിച്ചിട്ടും ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എന്നാണ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മിനിസ്റ്ററെ നമ്മൾ പ്രതികരണത്തിനായിട്ട് വിളിച്ചിരുന്നു. പക്ഷേ മിനിസ്റ്റർ തിരക്കിലാണ്, കിട്ടിയിട്ടില്ല. പോലീസിലെ ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ നിയമനത്തിൽ പ്രതിഷേധവുമായി ഫുട്ബോൾ താരങ്ങൾ എത്തുന്നു. NB പ്രദീപും റിനു ആൻഡ്രോയുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്.